നമസ്കാരം. മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട അഭിപ്രായ സർവേയുടെ മൂന്നാം ഘട്ട ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നത് യുഡിഎഫ് തരംഗത്തിന്റെ സൂചനകൾ തന്നെ. മധ്യ കേരളത്തിലെ 5 മണ്ഡലങ്ങളിൽ ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നിവ യുഡിഎഫിനൊപ്പം നിൽക്കുമ്പോൾ എൽഡിഎഫിന് ആലപ്പുഴ മാത്രമാണുള്ളത്. എന്നാൽ മറുനാടൻ മലയാളി നടത്തിയ ആദ്യഘട്ട സർവേയിൽ ഈ 5 മണ്ഡലങ്ങളിലും യുഡിഎഫിനായിരുന്നു മുൻതൂക്കം. അതിൽ നിന്ന് ഒരു സീറ്റ് തിരിച്ചു പിടിച്ചുവെന്ന് എൽഡിഎഫിനും ആശ്വസിക്കാം. കോട്ടയത്തും യുഡിഎഫിന് മുന്നേറ്റമെന്നാണ് രണ്ടാം ഘട്ട സർവേയിൽ തെളിയുന്നത്. യുഡിഎഫ് 44, എൽഡിഎഫ് 37, എൻഡിഎ 15% നേടുമ്പോൾ മറ്റുള്ളവർ നോട്ട വിഭാഗത്തിൽ 4% വോട്ടുകൾ നേടും. പരമ്പരാഗത മണ്ഡലമായ കോട്ടയത്തും വൻ മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തുന്നത്. സർവേ പ്രകാരം യുഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് 44% വോട്ടുകൾ ലഭിക്കുമ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി VN വാസവന് ലഭിക്കുന്നത് 37% വോട്ടാണ്. 15% വോട്ടുകൾ നേടി കോട്ടയത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയും വൻ മുന്നേറ്റം നടത്തുന്നുണ്ട്. എന്നാൽ മറുനാടൻ മലയാളി നടത്തിയ ഒന്നാം ഘട്ട സർവേ വെച്ച് നോക്കുമ്പോൾ ഇവിടെ യുഡിഎഫ് വോട്ടുകൾ കുറയുകയാണ്. നേരത്തെ 51% ഉണ്ടായിരുന്ന യുഡിഎഫ് ഇപ്പോൾ 44%ത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. എൽഡിഎഫ് അവരുടെ 37% വോട്ടുകൾ നിലനിർത്തുമ്പോൾ 7-ൽ നിന്ന് 15-ലേക്ക് വോട്ട് വിഹിതം ഉയർത്തി എൻഡിഎ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. എൻഡിഎ പിടിക്കുന്ന വോട്ടുകൾ ഇവിടെ ബാധിക്കുന്നത് യുഡിഎഫിനെയാണ്. 2009-ൽ MP-ആയ ജോസ് കെ മാണി മണ്ഡലം അനാഥമാക്കി രാജ്യസഭാംഗമായി എന്ന വിമർശനം എൽഡിഎഫ് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സീറ്റിനു വേണ്ടി കേരള കോൺഗ്രസിൽ രൂപപ്പെട്ട വലിയ തർക്കവും യുഡിഎഫിന് വിനയായിരുന്നു. എന്നാൽ ഇത് പരിഹരിച്ച് തങ്ങൾ ഒറ്റക്കെട്ടായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് യുഡിഎഫ് അവകാശപ്പെടുന്നത്. കർഷകരും വ്യാപാരികളും അടങ്ങുന്ന മധ്യവർഗവും പുതിയ വോട്ടർമാരും യുഡിഎഫിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് സർവേയുടെ അനുബന്ധ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. റബ്ബർ വിലയിടിവ് അടക്കമുള്ള പല കാര്യങ്ങളിലും കേന്ദ്രത്തിനെതിരെയാണ് സാധാരണക്കാരന്റെ പ്രതികരണം. പൊതുവെയുള്ള ട്രെൻഡിൽ നിന്ന് ഭിന്നമായി ആലപ്പുഴയിൽ മാത്രം ഇടതുമുന്നണിക്ക് മുൻതൂക്കം കിട്ടുന്നത് സ്ഥാനാർത്ഥിയും അരൂർ MLA-യുമായ AM ആരിഫിന്റെ ജനകീയത കൊണ്ടാണെന്ന് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഇടുക്കിയിലും എറണാകുളത്തും യുഡിഎഫ് തരംഗത്തിന്റെ സൂചനകൾ തന്നെയാണ് സർവേ നൽകുന്നത്. ഇവിടെ വലിയ ലീഡാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ചാലക്കുടിയിലും കടുത്ത പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും വെറും 2% വോട്ടിന് യുഡിഎഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ മുന്നിട്ട് നിൽക്കുകയാണ്. കോട്ടയത്തും സുരക്ഷിതമായ ലീഡാണ് യുഡിഎഫ് ഉയർത്തുന്നതെന്ന് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. കോട്ടയത്ത് എൻഡിഎയുടെ വോട്ടിലും വലിയ വർധനവുണ്ട്. എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നല്ലാതെ എൻഡിഎ 2ാം സ്ഥാനത്തെത്തുന്ന രീതിയിലേക്ക് പോലും വളർന്നിട്ടില്ല.